പക്ഷേ സുബഹി നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ മനസ്സ് കാണിക്കാതെ കയ്യും വീശി കിലോമീറ്ററുകൾ നടക്കുന്ന മുസ്ലിമീങ്ങൾ നമ്മുടെ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരെ. എന്തിന്? ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഡോക്ടർ പറഞ്ഞു ഷുഗർ കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നടക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു വീട്ടിൽ നിന്നും ശുദ്ധീകരിക്കണം. സുമ്മ മഷ, പിന്നെ നീ നടക്കണം. ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് നടക്കണം. നടക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷുഗർ ഉണ്ടാകാൻ വേണ്ടിയല്ല, ഷുഗർ ഉണ്ടാകാതിരിക്കാൻ, കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫളിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിന്, രോഗപ്രതിരോധത്തിന് നിർദ്ദേശിക്കുന്ന 4 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു. അഥവാ ഭക്ഷണ നിയന്ത്രണം. ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഭക്ഷണ ശൈലിയെ സംബന്ധിച്ചും ഭക്ഷണ സംസ്കാരത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൻ്റെയും തിരു സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം നിർദ്ദേശിക്കുന്ന 2ാമത്തെ കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. ശരിയായ വിശ്രമമാണ്, അഥവാ ശരിയായ ഉറക്കമാണ്. ഒരാൾക്ക് ആരോഗ്യവാനായി ജീവിക്കാൻ, രോഗങ്ങളെ പ്രതിരോധിക്കാൻ അത്യാവശ്യമായ ഒരു സംഗതിയാണ് വിശ്രമം. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വിശ്രമം അഥവാ ഉറക്കം. ശരീരത്തിന് അന്നപാനീയങ്ങൾ എത്രത്തോളം അനിവാര്യമാണോ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഉറക്കം. ജോലി തിരക്കുകളിലും മറ്റു വ്യവഹാരങ്ങളിലും ഏർപ്പെട്ട് ക്ലേശവും ക്ഷീണവും അനുഭവിക്കുന്ന വ്യക്തിക്ക് അവന്റെ ശരീരത്തിന് ഊർജവും ഉന്മേഷവും നൽകുന്നതും താളം തെറ്റിയ മനസ്സിന് ആശ്വാസം പകരുന്നതുമാണ് ഉറക്കം. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വലിയ ഒരു അനുഗ്രഹവും കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഉറക്കം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തെ പരിചയപ്പെടുത്തുന്നത്, 1, ഉറക്കം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. 2, ഉറക്കം അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്നിങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 23-ാം സൂക്തം അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി മനാമുകും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉകും മിൻ ഫളിഹി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഈ ഭൂമുഖത്ത് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് മനാമുകും ബില്ലൈലി, രാത്രിയിലുള്ള നിങ്ങളുടെ ഉറക്കം. വന്നഹാരി, പകൽ സമയങ്ങളിലുമുള്ള നിങ്ങളുടെ ഉറക്കം. വബ്തിഗാഉകും മിൻ ഫളിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ ഉപജീവനം തേടലും. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ, ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ധാരാളം പാഠ
ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് ഉറക്കം, വലിയൊരു അത്ഭുതമാണ് ഉറക്കം. എന്താണ് ഈ ഉറക്കം? ആർക്കെങ്കിലും ഉറക്കത്തെ നിർവചിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്ത ഒരു മഹാ അത്ഭുതമായി ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് ഉറക്കം. അതാണ് അള്ളാഹു പറഞ്ഞത്, വമിൻ ആയാതിഹി മനാമുഖും ബില്ലൈൽ. രാത്രിയിലുള്ള ഉറക്കം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. പ്രിയപ്പെട്ടവരെ, ഉറക്കം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഉറക്കം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മൾ ആലോചിക്കുക, ഇന്ന് ഉറക്കമില്ലാത്ത എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ. ഒന്ന് കണ്ണടയ്ക്കാൻ, അല്പമൊന്ന് മയങ്ങാൻ ഉറക്ക ഗുളികകൾ വില കൊടുത്തു വാങ്ങിക്കഴിക്കുന്ന എത്രയോ ആളുകൾ. രാത്രിയിൽ ഉറക്കം വരാതെ വീടിന്റെ മുറ്റത്തുകൂടിയും പുരയ്ക്കകത്തുകൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുന്നവർ, അല്പം ഉറങ്ങിയാൽ മതിയായിരുന്നു എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നാം മനസ്സിലാക്കുക, ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അതിന്റെ വില കയറി കിടക്കുമ്പോൾ ഉറങ്ങുകയും അള്ളാഹു തീരുമാനിക്കുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യുന്ന നമുക്ക് ആ ഉറക്കത്തിന്റെ മഹത്വം, അതിന്റെ വില നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഉറക്കം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതാണ് അള്ളാഹു പറയുന്നത്. ഈ ഉറക്കത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഉറക്കം, അവന്റെ അനുഗ്രഹമാണ് ഉറക്കം. ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ ചിന്തിക്കണം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. ചിന്തനീയമായ നിലയിൽ സശ്രദ്ധം ശ്രവിക്കുന്ന ജനവിഭാഗത്തിന് തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. വെറുതെ കേട്ടിറങ്ങി പോകുന്നവർക്കൊന്നുമില്ല. എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ ഉറക്കം? ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ ഈ രാത്രിയെ സമ്മാനിച്ചത് എന്തിനാണ്? പ്രകൃതിയുടെ ഒരു പ്രതിഭാസമല്ല രാവും പകലും. മാറി മാറി വരുന്ന രാവും പകലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണ് അല്ലാഹു തആല രാത്രിയെ നമുക്ക് നൽകിയത്? വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ വന്നൗമ സുബാതാ വജഅലൻ നഹാറ നുശൂറാ. അല്ലാഹു തആല പറയുന്നു, വഹുവല്ലദീ. ആരാണ് അല്ലാഹു? അവൻ ഒരുത്തനാണ്. ജഅല ലക്കുമുൽ ലൈല ലിബാസാ. അവൻ രാത്രിയെ ഒരു വസ്ത്രമാക്കി. വന്നൗമ സുബാതാ. ഉറക്കത്തെ അവൻ വിശ്രമമാക്കി. അല്ലാഹു പഠിപ്പിക്കുകയാണ്. ശരീരത്തിലുള്ള ന്യൂനതകളും അപാകതകളും പോരായ്മകളും മറ്റാളുകൾ കാണാതെ നമ്മുടെ ശരീരത്തിന്റെ അഭംഗി ഈ വസ്ത്രം എത്രമാത്രം മറയ്ക്കുമോ അതുപോലെ രാത്രി നിങ്ങൾക്കൊരു വസ്ത്രമാണ്. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിന് വേണ്ടി ഒരു വസ്ത്രമായി അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുകയാണ് രാത്രിയെ. വന്നൗമ സുബാത. ഉറക്കം വിശ്രമമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഉറക്കത്തിലൂടെ മനുഷ്യൻ വിശ്രമിക്കണം. മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉറക്കം അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അന്നൗമ സുബാത എന്ന ആയത്ത് വിവരിച്ചുകൊണ്ട് തഫ്സീറിന്റെ പണ്ഡിതന്മാർ, ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാർ പറയുന്നത്, അർറാഹതു ലി അബ്ദാനിക്കും ബിഖതഇ അഅമാലിക്കും. ഭൗതികമായ എല്ലാ ജോലി തിരക്കുകളും എല്ലാ ജോലികളും അവസാനിച്ച് ശരീരത്തിന് വിശ്രമം കൊടുക്കണം. ആ വിശ്രമ വേളയ്ക്കാണ് ഉറക്കം. വന്നൗമ സുബാത എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പകല് മുഴുവനും ഉപജീവന മാർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യൻ, അലയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ശരീരത്തിന് ഒരു വിശ്രമം എന്ന നിലയ്ക്ക് അവന്റെ കത്തിയാളുന്ന മനസ്സിനെ, അകതാരിനെ ഒന്ന് തണുപ്പിക്കാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മഹാ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉറക്കം. ഈ രാത്രി അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ? ഉറക്കം അല്ലാഹുവിന്റെ അനുഗ്രഹമല്ലേ? നാം ഇതൊക്കെ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസ് 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈൽ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. അല്ലാഹു തആല ചോദിക്കുന്നു, ഖുൽ അറഅയ്തും, നബിയേ താങ്കൾ പറയണം, അറഅയ്തും, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഉറങ്ങരുത്, ചിന്തിക്കാനാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അല്ലാഹു ചോദിക്കുന്നു, ഇൻ ജഅല അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ലോകാവസാനം വരെ, പുനരുത്ഥാന ദിനം വരെ ഈ രാവിനെ അല്ലാഹു തആല ഇവിടെ ശാശ്വതമാക്കിയാൽ, രാവ് അവസാനിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നില്ല, രാത്രി വരുന്നില്ല, എപ്പോഴും പകല്, 24 മണിക്കൂറും പകല്. ഈ ഒരവസ്ഥ ലോകാവസാനം വരെ തുടർന്നാൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാൻ പര്യാപ്തമായ രാത്രിയെ ഏത് ഇലാഹു കൊണ്ടുവരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹുവല്ലാതെ ഇത് ആർക്ക് സാധിക്കും? ഈ രാത്രിയെ കൊണ്ടുവരുന്നതും പകലിനെ അസ്തമിപ്പിക്കുന്നതും പകലിനെ അസ്തമിപ്പിച്ച് രാത്രിയെ കൊണ്ടുവരികയും ചെയ്യുന്നവൻ ആരാണ്? ഏകനായ റബ്ബാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖസസിൽ 73-ാമത്തെ ആയത്തിലും അല്ലാഹു ചോദിക്കുന്നു, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാഇൻ അഫലാ തസ്മഊൻ. നബിയെ താങ്കൾ ചോദിക്കുക, ഈ ഖുർആനിന്റെ ശ്രോതാക്കളോട്, താങ്കളുടെ സമൂഹത്തോട്, മനുഷ്യ വിഭാഗത്തോട് ചോദിക്കുക, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ രാത്രിയെ കാണും അല്ലാഹു ഇവിടെ ശാശ്വതമാക്കിയ, രാത്രി അവസാനിക്കുന്നില്ല, എപ്പോഴും രാത്രി തന്നെയാണ് എങ്കിൽ അന്ത്യദിനം വരെ രാത്രി ശാശ്വതമായി ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാഇൻ, പ്രഭയെ, പ്രകാശത്തെ, പകലിനെ, ഉപജീവന മാർഗം തേടാൻ, കച്ചവടം നടത്താൻ, കൃഷി ചെയ്യാൻ, സ്കൂളിൽ പോകാൻ, പഠിക്കാൻ, ഇതിനൊക്കെ ആവശ്യമായ പകലിനെ ആര് കൊണ്ടുവരും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അങ്ങ് മാറി മാറി വരികയാണെന്നാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അഫലാ തസ്മഊൻ, ഇത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് അല്ലാഹു തആല നമുക്ക് രാവിലെ സമ്മാനിച്ചത് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയാണ്, വിശ്രമിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന് അത്യാവശ്യമാണ്, മനുഷ്യ സംരക്ഷണത്തിന്, മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണത്തിന്, രോഗപ്രതിരോധത്തിന് വിശ്രമം അനിവാര്യമാണ്, ഉറക്കം അത്യന്താവശ്യമാണ്. വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീ വലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു തആല ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, വമിൻ റഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് മനുഷ്യരെ, ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി, നിങ്ങൾക്ക് ഉറങ്ങാൻ രാത്രിയും നിങ്ങൾക്ക് ഉപജീവനം തേടാൻ പകലിനെയും സമ്മാനിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയ കാരുണ്യമാണ്. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ എന്താണ് അല്ലാഹുവിന് ശുക്ർ ചെയ്യാത്തത്? നിങ്ങൾ എന്താണ് അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്താത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ആരോഗ്യപരമായ ജീവിതത്തിന് ഉറക്കം അനിവാര്യമാണ്. ആ ഉറങ്ങാനുള്ള വേളകളാണ് രാത്രികൾ. രാത്രിയെ അല്ലാഹു സമ്മാനിച്ചത് ഉറങ്ങാൻ, വിശ്രമിക്കാൻ, ക്ഷീണമകറ്റാൻ,
ആണെന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കോവിഡിന് ശേഷം ആളുകൾക്ക് ഉറക്കം വളരെ കുറവാണ്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ശൈലിയാണ് വൈകിയുള്ള ഉറക്കം, വൈകി ഉണരൽ. ഇപ്പൊ നമ്മൾ മുതിർന്നവർ, പല മുതിർന്നവരും ഒരുപാട് വൈകി ഉറങ്ങി രാവിലെ 11 മണി 12 മണി വരെ സ്ഥിരമായി ഉറങ്ങുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ എപ്പോഴാ കുട്ടികൾ ഉറങ്ങുന്നത്? കുട്ടികൾ എപ്പോഴാണ് ഉണരുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ്. എല്ലാ വീട്ടിലും വളരെ വൈകിയാണ് ആളുകൾ ഉറങ്ങുന്നത്. രാത്രി ഉറക്കം വരുന്നില്ല, മൊബൈലായി. ഓരോരുത്തരുടെ കയ്യിലും ഉണ്ടല്ലോ ഈ മൊബൈൽ. അതിങ്ങനെ നോണ്ടി, അതിലിങ്ങനെ നോക്കി രാത്രിയിൽ ഉറങ്ങാൻ സമ്മാനിച്ച പ്രധാനപ്പെട്ട സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കുന്ന ഒരു ശീലം നമ്മളെ ഇന്ന് പിടികൂടിയിരിക്കുകയാണ്. നാം മനസ്സിലാക്കുക, ഉറക്കം അന്നൗമു നിസ്ഫുൽ ജമാലി വസ്സിഹ. പണ്ഡിതന്മാർ പറയുന്നത് ഉറക്കം എന്ന് പറയുന്നത് സൗന്ദര്യത്തിന്റെ പകുതിയാണ്, വനിസ്ഫു സിഹ, ആരോഗ്യത്തിന്റെയും പകുതിയാണ്. ഉറക്കം നമ്മുടെ സൗന്ദര്യം നിലനിൽക്കാൻ, ആരോഗ്യം മാത്രമല്ല നമ്മുടെ മുഖത്തിന്റെ ശോഭ നിലനിൽക്കാൻ ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോ ശരിയായ ഉറക്കം ലഭിക്കാത്ത ഒരു മനുഷ്യൻ, അയാളുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അയാൾ ഉറങ്ങിയിട്ടില്ലെന്ന്. കണ്ണിടിപ്പിച്ചിരിക്കും, മുഖത്തിന്റെയൊക്കെ ഭാവം മാറും, കണ്ണിന് വല്ലാത്ത ചുമപ്പാവും. സ്ഥിരമായി താമസിച്ചുറങ്ങി വൈകി എഴുന്നേൽക്കുന്നവരുടെ കണ്ണിന് ചുറ്റും കറുത്ത അടയാളം വീഴുമെന്ന് ഇന്ന് വൈദ്യശാസ്ത്രം വരെ പറയാൻ തുടങ്ങി. വൈകി ഉറങ്ങുന്നതിന്റെ ഒരു ലക്ഷണമാണ് മുഖത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ആരോഗ്യത്തിന്റെ പകുതിയാണ് ഉറക്കം. ഉറങ്ങിയാലേ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ഇപ്പോ ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പോലും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഉറക്കം ഉപേക്ഷിച്ച് രാത്രി മുഴുവനും നമസ്കാരത്തിൽ കഴിയുക പാടില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ജാഅ സലാസത്തു റഹ്തിൻ ഇലാ ബുയൂതി അസ്വാജിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് 3 പേരടങ്ങുന്ന ഒരു സംഘം വന്നു. 3 പേര് വന്നു. അവരിങ്ങനെ ഭാര്യമാരുടെ വീടുകളിൽ, ഓരോ ഭാര്യമാരുടെ വീട്ടിലും അവരിങ്ങനെ കറങ്ങി. എന്തിനാണ് അവർ കറങ്ങുന്നത്? യസ്അലൂന അൻ ഇബാദത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ എപ്പോൾ ഉറങ്ങും, എത്ര നമസ്കരിക്കും, നബി തങ്ങൾ പകൽ എത്ര നോമ്പ് പിടിക്കും, ഏതെല്ലാം ദിവസങ്ങളിലാണ് പ്രവാചകൻ നോമ്പ് പിടിക്കുന്നത്, എത്ര ഖുർആൻ ഓതും, ഈ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ 3 പേരടങ്ങുന്ന ഒരു സംഘം പ്രവാചക തിരുമേനിയുടെ ഭക്തിമാരുടെ വീട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ അവരോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു. ഭാര്യമാർ തങ്ങളുടെ ജീവിത ശൈലി, തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ, നബി ഇത്ര സമയത്ത് ഉറങ്ങാൻ കിടക്കും, ഇത്ര സമയത്ത് നബി തങ്ങൾ ഉണരും, ഇത്ര നമസ്കരിക്കും, ഇത്ര ദിവസങ്ങളിൽ ആഴ്ചയിൽ നോമ്പ് പിടിക്കും. നബി തങ്ങളുടെ ഇബാദത്തുകളെ കുറിച്ച് ഭാര്യമാർ ആ 3 സംഘത്തോട് പറഞ്ഞപ്പോൾ കഅന്നഹും തഖാല്ലുഹാ, അതവർക്ക് വളരെ കുറവായിട്ട് തോന്നി. ഇത്രയൊക്കെ നബി ചെയ്യുള്ളൂ, വളരെ കുറവായിട്ട് തോന്നി നബി തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് കേട്ടപ്പോൾ. എന്നിട്ട് അവര് സ്വയമായി പ്രഖ്യാപിക്കുകയാണ്, നബി ആരാണ്, ഞങ്ങൾ ആരാണ്? നമ്മളെക്കാൾ ഒരുപാട് മഹത്വവും പദവിയുമുള്ള വ്യക്തിയാണല്ലോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദ് ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തിയാണ്, ആളാണല്ലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറഞ്ഞിട്ട് അതിൽ ഒരാൾ പറഞ്ഞു, ഫഖാല ഖാല അഹ്ദുഹും അമാ അന
ഫഇന്നി ഉസല്ലിൽ ലൈല അബദാ. ഒരാൾ പറഞ്ഞു, ഞാനിനി രാത്രി ഉറങ്ങുകയില്ല, ഞാനിനി വെളുപ്പോളം നിസ്കരിക്കും, രാത്രി മുഴുവൻ ഞാൻ നിസ്കാരത്തിലായിട്ട് കഴിയും. വഖാല ആഖറു, മറ്റേയാൾ പറഞ്ഞു, അന അഅ്തസിലു നിസാഅ, ഞാനിനി എന്റെ ഭാര്യയുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുകയില്ല, ഭാര്യയുമായിട്ട് രാത്രി കാലങ്ങളിൽ ഞാൻ കഴിഞ്ഞുകൂടുകയില്ല, ഞാൻ ഭാര്യയെ അകറ്റാൻ പോവുകയാണ്. ഞാനിനി ഞാനിനി കല്യാണം കഴിക്കുകയില്ല, ഒരു സന്യാസിയായിട്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ് എന്ന് രണ്ടാമത്തെ ആള് പറഞ്ഞു. മൂന്നാമത്തെ ആള് പറഞ്ഞു, എനിക്കിനി എന്നും പകല് നോമ്പായിരിക്കും, എല്ലാ ദിവസവും ഞാൻ നോമ്പ് വ്രതാനുഷ്ഠാനവുമായി കഴിഞ്ഞുകൂടും എന്ന് മൂന്നാമത്തെ ആള് പറഞ്ഞു. ഒന്നാമത്തെ ആള് പറഞ്ഞു, രാത്രിയിൽ ഞാൻ ഇനി ഉറങ്ങുകയില്ല. മറ്റൊരാള് പറഞ്ഞു, ഞാൻ ഇനി കല്യാണം കഴിക്കുകയില്ല. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി എന്നും നോമ്പായിരിക്കും. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെടുത്ത തീരുമാനത്തെ കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് പ്രവാചകൻ നബി തങ്ങൾ ആ മൂവർ സംഘത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അന്തുവല്ലദീന ഖുൽതും ഖദാ വഖദാ, നിങ്ങളാണോ ഇന്ന ഇന്ന തീരുമാനമെടുത്തത്? നിങ്ങളിൽ ആരാണ് രാത്രി ഉറങ്ങുകയില്ല എന്ന് പറഞ്ഞത്? നിങ്ങളിൽ ആരാണ് സ്ത്രീകളെ കല്യാണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞത്? നിങ്ങളിൽ ആരാണ് പകല് മുഴുവനും നോമ്പ് പിടിക്കുമെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, അമ്മാ അറിയണം, വല്ലാഹി ഇന്നി ലഅഖ്ശാകും വഅത്ഖാകും ല, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെട്ട് ജീവിക്കുന്ന, സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന വ്യക്തി ഞാനാണ്. ലാകിന്നി അസൂമു വഉഫ്തിറു വഉസല്ലി വഅർകുദു വഅതസവ്വജു നിസാ എന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഞാൻ നോമ്പ് പിടിക്കും, ഞാൻ നോമ്പ് മുറിക്കും. ചില ദിവസങ്ങളിൽ എനിക്ക് നോമ്പായിരിക്കും, മറ്റു പല ദിവസങ്ങളിലും എനിക്ക് നോമ്പുണ്ടാകുകയില്ല. രാത്രിയിൽ ഞാൻ ഉറങ്ങും, രാത്രിയിൽ ഞാൻ നമസ്കരിക്കും. എനിക്ക് ഭാര്യമാരുണ്ട്, അവരോടൊത്താണ് ഞാൻ ജീവിക്കുന്നത്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ഇതാണ് എന്റെ സുന്നത്ത്. ഈ സുന്നത്ത് വിട്ട് ആര് ജീവിക്കുന്നോ അവൻ എന്നിൽ പെട്ടവനല്ലെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമികമാണ് പ്രിയപ്പെട്ടവരെ രാത്രി ഉറങ്ങുക എന്നുള്ളത്. രാത്രി മുഴുവനും നിസ്കാരത്തിൽ കഴിയുക എന്നുള്ളത് നല്ലതല്ല, ആരോഗ്യത്തെ ക്ഷീണിപ്പിക്കലാണ്. ആ ഇബാദത്ത് ആരോഗ്യത്തിന് ഹാനികരമുണ്ടാകുന്ന സംഗതിയാണ്. ആ വിഷയത്തെ പരിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ്. ഉറക്കം നിങ്ങൾക്ക് അനിവാര്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വിശ്രമം വേണം, ഉറങ്ങണം. രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്ത് കഴിയാൻ പോലും പാടില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം ഉറക്കത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്. ഇബാദത്ത് ചെയ്ത് കഴിയാൻ പോലും പാടില്ല, പിന്നല്ലേ ഭൗതികമായ കാര്യങ്ങളിലായി രാത്രി കാലങ്ങളെ, ഉറങ്ങേണ്ട സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഈ സമയത്തെ ഉറക്കത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കണം. രാത്രി ഉറങ്ങാനാണ് അല്ലാഹു തആല രാത്രി നമുക്ക് നൽകിയത്. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഉണരേണ്ടത്? സുബഹി. ഇനി ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. സുബഹി നമസ്കാരത്തിന്, സുബഹിക്ക് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം. ഇശാ നമസ്കാരത്തിന് ശേഷം ഉറങ്ങണം. ആ ഉറക്കം തന്നെ 8 മണിക്കൂറെങ്കിലും പ്രായമായ ഒരു വ്യക്തി ഉറങ്ങണമെന്നാണ് അവന്റെ ആരോഗ്യം നിലനിൽക്കാൻ. പ്രഭാതത്തിൽ സുബഹിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കണം. ഈ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ ഈ സമയത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അവർ കാണുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്നാണ് അവർ ഈ സമയത്തെ പറയുന്നത്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, പരമേശ്വരന്റെ സമയം, സൃഷ്ടാവിന്റെ സമയം എന്നാണ് അവർ ഈ സമയത്തെ വിശേഷിപ്പിക്കുന്നത്. സൂര്യോദയത്തിന് 1 മണിക്കൂർ 36 മിനിറ്റിന് മുമ്പ്, 36 മിനിറ്റ് മുമ്പ് ആരംഭിച്ച് 48 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. എങ്ങനെയാ? സൂര്യോദയത്തിന്
1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പ് ആരംഭിച്ച് 48 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്നവർ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ സമയമാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ സഹോദരന്മാർ ഹൈന്ദവർ അവര് ബ്രഹ്മമുഹൂർത്തത്തെ അത് പരമേശ്വരന്റെ സമയമാണെന്ന് അവർ വിശ്വസിക്കുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യൻസുലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തിൽ നിന്നും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇറക്കവും കയറ്റവും ഒന്നുമില്ല. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികളെ പ്രത്യേകം പരിഗണിക്കും എന്നർത്ഥം. കുല്ല ലൈലത്തിൻ ഇല ദുനിയ ഹീന യബ്ഖാ സുലുസിൽ ലൈലിൽ ആഖിരി. രാത്രിയുടെ അവസാനത്തെ 1/3 ശേഷിക്കുമ്പോൾ, രാത്രിയെ 3ആയിട്ട് ഭാഗിക്കുക. ആ 2 ഭാഗവും കഴിഞ്ഞ് അവസാനത്തെ 3-ാമത്തെ ഭാഗത്തിൽ അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, യഖൂലു മയ്യദൂനി ഫഅസ്തജീബ ലഹു മയ്യസ്അലുനി ഫഉതിയഹു മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. 3 ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കും. ഒന്ന്, ഈ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഞാൻ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കാം. ആർക്കെങ്കിലും എന്നോട് തന്റെ ആവശ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിക്കൂ, ഞാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ? ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു 1-ാം ആകാശത്ത് വന്ന് ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രഹ്മമുഹൂർത്തം തഹജ്ജുദിന്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രാത്രി ഉറങ്ങി സുബഹിക്ക് മുമ്പായി ഉണരണം. അതിരാവിലെയുള്ള വായു ശ്വസിക്കണം. അതിരാവിലെയുള്ള വായു ശുദ്ധവും ഓക്സിജനാൽ സമ്പുഷ്ടവുമാണ്. ഒരുപാട് ഓക്സിജനുള്ള സമയമാണ് രാവിലത്തെ ശുദ്ധമായ വായു. അത് ശ്വസിക്കണം. അത് ഉയർന്ന ഓക്സിജന്റെ അളവ് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ഗവേഷണങ്ങൾ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? ഒന്നുകൂടെ, ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആധുനിക ശാസ്ത്രം പറയുന്നത്, പ്രഭാത സമയത്തുള്ള ഓക്സിജൻ ശ്വസിക്കുന്നതിന്റെ പേരിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ആധുനിക ഗവേഷണങ്ങൾ പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസ്സുബ്ഹി ഇദാ തനഫസ്. വസ്സുബ്ഹി ഇദാ തനഫസ്. പ്രപഞ്ചത്തിൽ ഒരു ശ്വസിക്കലുണ്ട്. വസ്സുബ്ഹി അതേതാണ്? സൂര്യോദയത്തിന് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവനും ശ്വസിക്കുന്ന സമയമാണ്. ആ സമയത്തും മനുഷ്യരെ, നിങ്ങൾ എഴുന്നേൽക്കണം. ആ ശുദ്ധമായ വായു ശ്വസിക്കണം. അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, രോഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? രോഗം വരാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വേണം. ഒന്ന്, നേരത്തെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. രാവിലെ ഉണരാനും എല്ലാവരും ശ്രദ്ധിക്കണം. അഥവാ സുബഹി ബ്രഹ്മമുഹൂർത്തത്തെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണേ. ബ്രഹ്മമുഹൂർത്ത സമയത്ത് വ്യായാമമോ യോഗയോ ചെയ്യുന്നത് ശ്വാസകോശ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാ? ബ്രഹ്മമുഹൂർത്ത സമയത്ത് വ്യായാമം ചെയ്യുന്നത്, യോഗ ചെയ്യുന്നത് ശ്വാസകോശ ശേഷി വർദ്ധിപ്പിക്കും. മനസ്സിലായോ? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? ഇദസ്തൈഖല അഹദുകും മിൻ മനാമി.
ഉറക്കിൽ നിന്നും ഉണർന്നാൽ ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ രാവിലെ എഴുന്നേറ്റ് അയാളുടെ 2 മുൻകൈകൾ കഴുകണം. എന്നിട്ട് അയാൾ ചെയ്യേണ്ടത് മൂക്കിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളം കയറ്റി 3 പ്രാവശ്യം മൂക്ക് നന്നായി ചീറ്റിക്കളയണം. എന്തിനാണ്? ശുദ്ധമായ വായു ശ്വസിക്കാൻ. ആർക്കിത് ഇങ്ങനെ പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ? നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്നൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നബി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ നമ്മൾ അത്ര ഗൗരവം കൊടുക്കാറില്ല. അള്ളാന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, ഒരാൾ രാവിലെ എഴുന്നേറ്റ് 2 മുൻകൈകൾ ശുദ്ധീകരിച്ച് മൂക്കിന്റെ ഉള്ളിലേക്ക് പരമാവധി വെള്ളം കയറ്റി ചീറ്റിക്കളയണം, ശുദ്ധമായ വായു ശ്വസിക്കണം. അവന്റെ ആരോഗ്യത്തിന് അത് വളരെ ഗുണകരമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രാവിലെ എഴുന്നേൽക്കണം. നിങ്ങൾ സുബഹിക്ക് നിങ്ങൾ നടന്ന് പള്ളിയിലേക്ക് വരണം. ഇപ്പോ ഡോക്ടറുടെ അടുക്കൽ ചെന്നിട്ട് നമ്മൾ രോഗത്തെ കുറിച്ച് പറഞ്ഞാല് ഡോക്ടർ പറയും കുറെ നടക്കാൻ പറയും. അലാറം വെച്ച് കൃത്യം എഴുന്നേറ്റിട്ട് കൈയും കാലും ചാടി കൈയും വീശി കിലോമീറ്ററോളം നടക്കും. ഒരു പ്രശ്നമുണ്ടോ? പള്ളിയുടെ മുമ്പിലൂടെ ആയിരിക്കും നടക്കുന്നത്. പക്ഷേ സുബഹി നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കാൻ മനസ്സ് കാണിക്കാതെ കൈയും വീശി കിലോമീറ്ററുകൾ നടക്കുന്ന മുസ്ലിമീങ്ങൾ നമ്മുടെ സമൂഹത്തിലെ പ്രിയപ്പെട്ടവരെ. എന്തിന്? ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഡോക്ടർ പറഞ്ഞു ഷുഗർ കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നടക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു വീട്ടിൽ നിന്നും ശുദ്ധീകരിക്കണം. സുമ്മ മശ, പിന്നെ നീ നടക്കണം. ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് നടക്കണം. നടക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഷുഗർ ഉണ്ടാകാൻ വേണ്ടിയല്ല, ഷുഗർ ഉണ്ടാകാതിരിക്കാൻ, കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് നടന്നു പോകണമെന്ന് പഠിപ്പിച്ച നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കണം. വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട്. എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞു, നടക്കൽ കൊണ്ട് ഭൗതികമായ ലക്ഷ്യം മാത്രമല്ല കേട്ടോ. ഒരു കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ ഒരു പാപം പൊറുക്കപ്പെടും. മറ്റേ കാലെടുത്ത് വെക്കുമ്പോൾ സ്വർഗത്തിൽ നിന്റെ ദറജ ഉയരും. നബി മുഹമ്മദ് മുസ്തഫ. നടക്കണം. രാവിലെ എഴുന്നേൽക്കണം. ശുദ്ധമായ വായു ശ്വസിക്കണം. പള്ളിയിലേക്ക് നടന്നു വരണം. ഏറ്റവും ദൂര ദിക്കുകളിൽ നിന്നും നടന്നു വരുന്നവർക്കാണ് ഏറ്റവും അധികം പ്രതിഫലമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുബഹി നമസ്കാരം ഇൻഷാ അല്ലാഹ് നിസ്കരിക്കാൻ തയ്യാറുണ്ടോ? രാവിലെ ഒന്ന് എഴുന്നേൽക്കൂ, നേരത്തെ കിടന്നിട്ട്. എന്നിട്ട് പള്ളിയിലേക്ക് രാവിലെ എഴുന്നേറ്റിട്ട് നടന്നു പോകും. എല്ലാ അസുഖങ്ങളും മാറും. ശരീരത്തിൽ നിന്നും രോഗപ്രതിരോധമാണ് നമസ്കാരമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ഏറ്റവും വലിയ വ്യായാമം ഏതാണ് പ്രിയപ്പെട്ടവരെ? ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒറ്റ കാര്യം, ഒരു ഏറ്റവും വലിയ വ്യായാമം എന്ന് പറയുന്ന നിസ്കാരമല്ലേ? ഒരു പാശ്ചാത്യ പണ്ഡിതൻ ഒരു മുസ്ലിമിന്റെ നിസ്കാരം ശ്രദ്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അയാൾ ഇങ്ങനെ ഒരു മുസ്ലിം നമസ്കരിക്കുന്നത് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ 4 റക്അത്ത് നമസ്കരിച്ചു. ആ 4 റക്അത്ത് ഇങ്ങനെ നിന്നു, നിവർന്നു, സുജൂദിലേക്ക് തല വെച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഇത് വലിയൊരു വ്യായാമമാണല്ലോ. ഇദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും അനങ്ങുന്നുണ്ടല്ലോ. നാഡി നരമ്പുകൾ ചലിക്കാത്ത, പൂർണ്ണമായി ചലിക്കുന്ന ഒരു വലിയ ആരാധനയാണല്ലോ നമസ്കാരം. എന്നിട്ട് അയാൾ പറഞ്ഞു, 2 ഞരമ്പ് കൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ചലിച്ചിരുന്നെങ്കിൽ ഇതൊരു വലിയ വ്യായാമമായേനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴുത്തിന്റെ 2 ഞരമ്പും ചലിച്ചു. പാശ്ചാത്യനായ പണ്ഡിതൻ പറയുകയാണ്, ഇതാണ് ഏറ്റവും വലിയ വ്യായാമം. നമ്മളെന്താ ചിന്തിക്കാതെ?
നമ്മൾ രാവിലെ പോയി സുബഹി നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരം മുഴുവനും കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായി അനങ്ങുകയാണ്. കൈ പൊങ്ങുന്നു, അത് താഴുന്നു, ശിരസ് നമിക്കുന്നു. ഈ സമയത്ത് ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്യുകയാണ് നമ്മുടെ ശരീരത്തിലേക്ക്, തലയിലേക്ക്. സുജൂദ് ചെയ്യുമ്പോൾ അതിശക്തമായ നിലയിൽ ഹൃദയത്തിൽ നിന്നും രക്തയോട്ടം തലച്ചോറിലേക്ക് നടക്കുകയാണ്. മുകളിലിരിക്കുന്ന ടാങ്കിൽ നിന്നും താഴെ പിടിപ്പിച്ചിരിക്കുന്ന ടാപ്പിലൂടെ വെള്ളം ശക്തമായി വരുന്നത് പോലെ സുജൂദ് ചെയ്യുമ്പോൾ ഈ ഹൃദയത്തിൽ നിന്നും രക്തം തലച്ചോറിലേക്ക് ശക്തമായി പമ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തു കഴിയുമ്പം ഹൃദയത്തിന്റെ വ്യായാമം, ഹൃദയത്തിന്റെ ആരോഗ്യം, തലച്ചോറിന്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിന്റെ വ്യായാമം, ഏറ്റവും വലിയ ആരോഗ്യം ഈ നമസ്കാരത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഒരുപാട് പറയാനുണ്ട്, സമയം അവസാനിച്ചു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നത് കൃത്യമായ ഉറക്കം, പ്രഭാതത്തിലുള്ള ഉണർച്ച, ശുദ്ധമായ വായു ശ്വസനം, ഇതിനെല്ലാം ഉപകരിക്കുന്ന നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരവും സുബഹി നമസ്കാരവും. ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ താല്പര്യമുള്ളവർ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ച് കൃത്യമായി നിസ്കരിക്കാൻ തയ്യാറാകണം. സുബഹി നമസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.